ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുണീക്ക് ഡൈൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 ചിക്കൻ, ഓരോ ചിക്കൻ 4 പീസ് വീതമാക്കിയിട്ട് ടോട്ടൽ 8 പീസ് ഉണ്ട്. നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായി ഇടിച്ച് പരത്തി ചിക്കനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബോണും ബ്ലഡൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഒരരിപ്പയിലോട്ട് വെച്ച് നന്നായി അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി അനുവദിക്കുക. അതിനുശേഷം കുറച്ച് കട്ടിയിൽ തന്നെ നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ പല ചിക്കൻ പല പീസായിരിക്കും. ബോൺ പീസ് ഉണ്ടാവും, ബ്രസ്റ്റ് പീസ് ഉണ്ടാവും. അപ്പം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നല്ല ആഴത്തിൽ തന്നെ നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. എല്ലാ പീസും ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാരിനേഷനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വീതം പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഉള്ളി ജസ്റ്റ് ഒന്ന് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്യാനുള്ളതല്ല, അപ്പം ചെറുതായി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ഒരു 15 മുതൽ 20 വരെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചേർത്തത് പച്ചമുളകാണ്. അപ്പം 10 മുതൽ 20 വരെയൊക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ആർക്കും അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4 എണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂണോളം ഗരം മസാല. അത് നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്താലും നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാമല്ലോ. അപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം വൈറ്റ് വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടത്തൈര് ഇട്ടില്ലെങ്കിൽ നമ്മളുടെ സാധാരണ തൈര് ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഓരോ ചിക്കൻ വീതം എടുത്ത് നന്നായി നമ്മളുടെ മസാല ചിക്കനിൽ ചേർത്ത് പിടിപ്പിക്കാം. ഈ മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രീൻ മസാലയാണ്. ഇതിൽ മുളക് പൊടിയോ വേറെ കളറ് അല്ലെങ്കിൽ സ്പൈസിന് വേണ്ടി വേറെ പച്ചമുളക് അല്ലാത്ത വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചിരട്ട കത്തിച്ച് കനലാക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ നൈറ്റ് പാർട്ടി ഒക്കെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ്. ഇനി നമുക്ക് ഗ്രില്ലിൽ അതിലേക്ക് ചിക്കൻ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇങ്ങനെ അസംബിൾ ചെയ്ത് വെക്കാം. ഇതിൽ കനൽ നല്ലോണം ഉള്ള സ്ഥലത്ത് നല്ല ബ്രസ്റ്റ് പീസ് വെച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പോൾ എല്ലാ ചിക്കനും നന്നായി നോക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കനലിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഞാനൊരു 3 സവാളയും പിന്നെ ഒരു 4 തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ് ചുട്ട് വരുമ്പം. അപ്പം എല്ലാവരും ട്രൈ ചെയ്താത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് മറിച്ചിടുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ പീസിലും നന്നായി ഓയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ്. എന്നിട്ട് എല്ലാ ചിക്കനും അതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കണം.
നമ്മൾ ഒരു 5-6 പ്രാവശ്യം മറിച്ചും തിരിച്ചിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ മറിച്ചിടുമ്പോഴും നന്നായി എണ്ണ തേച്ച് കൊടുക്കാം. നല്ല കനലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ മറിച്ചിടലിൽ തന്നെ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ബോൺ പീസ്, ലെഗ് പീസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ വേറെ വെജിറ്റബിൾസൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊരു ചിക്കനൊക്കെ ഒരു പകുതി വേവാകുമ്പം വെച്ച് കൊടുത്താൽ മതി. അതിനധികം വേവൊന്നും ഇല്ലല്ലോ. പിന്നെ നന്നായി വെന്ത് തക്കാളിയൊക്കെ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി ഓയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ചിക്കൻ്റെ. പിന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ് വഴുതനങ്ങ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ചുട്ടെടുത്ത് നമ്മളുടെ ഈ നേരത്തെ ചുട്ടെടുത്തില്ലേ നമ്മൾ ഈ തക്കാളിയും പച്ചമുളകൊക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നന്നായി ഉടച്ച് കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ്. അതിൽ 1 സ്പൂൺ തൈരും കൂടെ ഒഴിച്ചാൽ പിന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതെ, നമ്മൾ ചിക്കൻ കണ്ടോ, അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം, ചൂടോടെ തന്നെ കഴിക്കാം, അടിപൊളിയായിരിക്കും. അപ്പം ഈ ഒരു റെസിപ്പി വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും എന്നെ അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മളുടെ മയണൈസും കെച്ചപ്പും നമ്മൾ നേരത്തെ ചുട്ട തക്കാളിയും ഉള്ളിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അറിയിക്കണം എന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.